ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നോക്ക് ദ റെസിപ്പീസ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു ഫിഷ് സ്പെഷ്യൽ ആയാലോ? മത്തി മുളകിട്ടത്. അപ്പോൾ ഒട്ടും വൈകാതെ വായിൽ കപ്പലോടും വിധം മത്തി മുളകിട്ട് വെക്കാനുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആയ മത്തി 700 ഗ്രാം, എണ്ണം പറയുകയാണെങ്കിൽ 13 എണ്ണം ഉണ്ട്. നന്നായി പഴുത്തൊരു തക്കാളി, 4 എരിവുള്ള പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, 12 ചുള ചെറിയുള്ളി തന്നെ ചേർത്ത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ മത്തിക്കറിക്ക് ഓത്തന്റിക് ആയിട്ടുള്ള ടേസ്റ്റ് കിട്ടുള്ളൂ. പിന്നെ 5 ചുള വെളുത്തുള്ളി, 2 തണ്ട് കറിവേപ്പില, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ അതായത് 6 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ ഉലുവ, 4 ചുള കുടംപുളി ചെറിയ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. സാമ്പാർ പുളിയാണെങ്കിൽ 1 നെല്ലിക്ക വലുപ്പത്തോളം മതിയാകും. പിന്നെ 1 കപ്പ് വെള്ളം, ഞാൻ ചെറിയ ചൂടുവെള്ളമാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ആവശ്യത്തിന് ഉപ്പ്, വെളിച്ചെണ്ണ എന്നിവ എടുത്തു വെച്ചിട്ടുണ്ട്. ആദ്യം ഞാൻ മത്തി 1/2 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി ഒരു മീൻചട്ടിയിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വന്നാൽ നന്നായി ചതച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചിയും ചെറിയുള്ളിയും വെളുത്തുള്ളിയും ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് നടുകീറിയ പച്ചമുളകും വേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ഒരു 2 മിനിറ്റ് നന്നായി വഴറ്റിയെടുത്ത ശേഷം ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ബാക്കി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിച്ചെടുത്ത ഉലുവയും കാശ്മീരി മുളകും ചേർത്ത് പൊടികളുടെ പച്ചമണം മാറുന്നവരെ വഴറ്റി കൊടുക്കണം. ഉലുവയുടെ അളവ് കൂടി പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ നമ്മുടെ കറിക്ക് കൈപ്പരസം ഉണ്ടാകും. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുത്ത് എല്ലാം നന്നായി മിക്സ് ചെയ്ത ശേഷം എടുത്തു വെച്ചിരിക്കുന്ന വെള്ളത്തിൽ നിന്ന് 1/2 കപ്പ് ചേർത്ത് കൊടുത്ത് ചട്ടി മൂടി വെച്ച് തക്കാളി വേവിച്ചെടുക്കണം. തക്കാളി വെന്താൽ ഒരു തവി വെച്ച് നന്നായി ഇതുപോലെ ഉടച്ചു ചേർത്ത് കൊടുത്ത ശേഷം കുടംപുളി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ മത്തിയും ബാക്കിയുള്ള 1/2 കപ്പ് വെള്ളവും ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് എല്ലാം നന്നായി യോജിപ്പിച്ചെടുക്കണം. മീൻ മുങ്ങിക്കിടക്കുന്ന പാകത്തിന് വെള്ളം ഉണ്ടാകണം. എടുത്തു വെച്ച 1 കപ്പ് വെള്ളത്തിന് പുറമെ ഞാൻ 1/2 കപ്പ് വെള്ളം കൂടി ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുടപ്പുളി ഇട്ടുവെച്ച 1/4 ഗ്ലാസ് വെള്ളവും പുളിയോടൊപ്പം ചേർത്ത് കൊടുത്തിരുന്നു. ഇനി സ്റ്റവ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് മീൻ നന്നായി വേവുന്ന വരെ വെയിറ്റ് ചെയ്യണം. കറി നന്നായി തിളച്ചാൽ ഇതുപോലെ 1-2 തവണ ഒന്ന് ചുറ്റിച്ചെടുക്കണം. ഈ സമയത്ത് ഉപ്പ് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ മൊത്തം 1/4 ടീസ്പൂൺ ഉപ്പാണ് ഞാൻ കറിയിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ മത്തിക്കറി നന്നായി തിളച്ചു വറ്റി നല്ല പാകമായി വന്നിട്ടുണ്ട്. ഇനി സ്റ്റവ് ഓഫ് ചെയ്ത ശേഷം 2 തണ്ട് വേപ്പില ഇതുപോലെ ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം 1 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒന്ന് ചുറ്റിച്ച് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി കറി കുറച്ചു നേരം ഒന്ന് മൂടി വെക്കാം. ഇങ്ങനെ മൂടി വെക്കുമ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്ത വെളിച്ചെണ്ണയുടെയും വേപ്പിലയുടെയും മണമൊക്കെ നന്നായി കറിയിലേക്ക് ഇറങ്ങി കറി നല്ല ടേസ്റ്റി ആകും. ഇതാ നോക്കൂ, നമ്മുടെ മത്തിക്കറി വെളിച്ചെണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല ഉഗ്രനായി വന്നിട്ടുണ്ട്. ഞങ്ങളുടെ വീട്ടിലൊക്കെ സാധാരണ നാളികേരപ്പാലിൽ തന്നെയാണ് മത്തി വെക്കാറുള്ളത്. പക്ഷെ ഇങ്ങനെ മത്തി വെക്കുന്നത് ഒരു വേറെ ലെവൽ ടേസ്റ്റ് ആണ്. പിന്നെ എല്ലാവർക്കും അറിയാലോ, കപ്പയ്ക്കൊപ്പമാണ് ഈ കറി സൂപ്പർ കോമ്പിനേഷൻ. എന്നാലും ചപ്പാത്തിക്കും ചോറിനും ഒക്കെ ഒപ്പം ഇത് നല്ല മൂവിങ് ആവും കേട്ടോ, ഒരു സംശയവും വേണ്ട. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്കും സജഷൻസും കമന്റായി അറിയിക്കാനും ഒപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. എന്നാൽ അടുത്ത റെസിപ്പിയുമായി വരുന്നവരെ ബൈ, ടേക്ക് കെയർ, സ്റ്റേ ഹെൽത്തി ആൻഡ് ബി ഹാപ്പി. താങ്ക് യു.